ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്തിൻ്റെ അടുത്തുള്ള പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് വടകരേൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലമാണ് പാനൂർ കേട്ടോ. ഇവിടെ വന്നത് നദിയറിനെ കാണാനാണ്. നദിയറിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. നദിയറിന് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കേൾവി ഹെഡ്സെറ്റ് വെച്ചാലൊക്കെ കേൾക്കും, ഇയർഫോൺ വെച്ചാൽ അതല്ലാണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കേൾവി പ്രശ്നവും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുമാണ്. വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആൾ ഓക്കെയാണ്, ജോലിക്കൊക്കെ പോകുന്നതാണ്. ബ്രദറിൻ്റെ കൂടെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നാട്ടിലാണുള്ളത്. കല്യാണം നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ച് നാട്ടിലാണുള്ളത്. അപ്പോൾ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഓല വീടും ചുറ്റുപാടും പിന്നെ മൂപ്പരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. ഈ കാണുന്നതാണ് ഇവരുടെ വീട് കേട്ടോ. ഇതാ റോഡ് സൈഡ് തന്നെയാണ് വീട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നദീർ. എന്തൊക്കെയാണ് വിശേഷം? ഈ ഒരു ദൂരത്ത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അത് പിന്നെ ഇയർഫോൺ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് പറയുന്നത് കേൾക്കൂ. ഇത് വെക്കാതെ നമുക്ക് അങ്ങനെ കേൾക്കൂല അല്ലേ? നദീർ എത്ര രൂപ പഠിച്ചേ? ദുബായിൽ. പഠിച്ചത് +2 അല്ലേ? ദുബായിൽ പിന്നെ ബ്രദറിൻ്റെ കൂടെ അല്ലേ, ഏട്ടൻ്റെ കൂടെ ഷോപ്പിൽ കഫ്റ്റീരിയയിൽ. അത് ശരി. ഇത് ഉപ്പയാണ്. ഉപ്പാൻ്റെ പേരെന്താ? ഖാദർ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മക്കളാ? 5 ആള്. 5? 3 പെണ്ണ് 2 ആണ്. 3 പെണ്ണ് 2 ആണ്. നദീറിൻ്റെ ഒരു വിവാഹം കഴിഞ്ഞിരുന്നു, എന്നിട്ട് അത് ഡിവോഴ്സ് ആയതാണ്. ഇപ്പോൾ ഡിവോഴ്സ് ആയിട്ട് കുറേ ആയോ? ഒരു കൊല്ലമായി അല്ലേ? അതെ. അപ്പോൾ നദീറിന് എത്ര വയസ്സായി? 32. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? 28 വയസ്സ്. ഒരു 28 വരെ ഒക്കെ അല്ലേ? 28 വയസ്സ് വരെയൊക്കെ നോക്കാം. പിന്നെ കുട്ടികളൊന്നും ഇല്ലല്ലോ? അപ്പോൾ ഒരു മാസമേ നിന്നേയുള്ളൂ അല്ലേ? അപ്പോൾ ഒരു മാസമേ നിന്നേയുള്ളൂ. പിന്നെ അതിൻ്റെ പെട്ടെന്ന് തന്നെ അത് ഒഴിവായി പോയിക്ക്. അപ്പോൾ നമുക്കിതേപോലെയുള്ള ഡൈവോഴ്സ് ആയത് നമ്മൾ സ്വീകരിക്കൂലേ? ബാധ്യത ഇല്ലാത്ത ഡിവോഴ്സ് ആയ കേസ് നമ്മൾ സ്വീകരിക്കൂ. അപ്പോൾ അങ്ങനെയുള്ള ആലോചന മുമ്പോട്ട് വരിക. പിന്നെ അതുപോലെ ദൂരം പ്രശ്നം കേട്ടോ. പോകാൻ പറ്റും. നല്ല അത് തന്നെ. ഒറ്റക്ക് യാത്ര ചെയ്യലില്ലേ? ഒറ്റക്കടയും പോലില്ല? വണ്ടിയൊക്കെ ഓടിക്കൂലേ? കാർ ഓടിക്കുവോ? അപ്പോൾ കാറൊക്കെ ഓടിക്കുവോ? ബൈക്കൊക്കെ ഓടിക്കുന്നതാണ്. അപ്പോൾ അധികം ദൂരം അങ്ങനെ അല്ലാണ്ട് ഒറ്റക്ക് യാത്ര ചെയ്യലില്ല? ഇവിടെ ഇല്ല അങ്ങനെ. അതെ. അതെ അതെ അതെ. അപ്പോൾ വേറെ പുറത്തങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ? ഉഷാറാണ് അല്ലേ? പാനൂർ. ഇവിടെ ടൗണിൽ തന്നെയാണല്ലോ വീട് വരുന്നത്? ടൗണിൽ തന്നെ 4 മൈലിൻ്റെ തന്നെ. നിങ്ങൾ എന്താ വർക്ക് ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ സ്കൂളിൽ നജാത്ത് സ്കൂളിൽ കുട്ടികളെല്ലാം കുട്ടികളെ നോക്കുന്നത് അല്ലേ? അത് ശരി. അപ്പോൾ അധിക ദൂരം വേണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അത് യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ നദീറിന് അധിക ദൂരം യാത്ര ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മൾ. അപ്പോൾ അതിനൊക്കെ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ ദൂരമൊന്നും വിഷയമൊന്നും ഇല്ല. ഒരിക്കൽ രണ്ടാൾക്കും അങ്ങനെ പോകാനുള്ള കോൺഫിഡൻസ്. പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുമല്ലോ, അന്ന് അങ്ങനെ വിഷയമൊന്നും ആക്കണ്ട. നമ്മൾ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല മാത്രമല്ല തൊട്ടടുത്തുള്ള ജില്ല നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ണൂരാണെങ്കിലും അല്ല കോഴിക്കോടാണെങ്കിലൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഒരുപാട് തിരുവനന്തപുരം അങ്ങനെ അത്ര ദൂരം വേണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് അടുത്തടുത്തുള്ള ജില്ലയൊന്നും പ്രശ്നമില്ല. അപ്പം നദീർ സൈൻ ലാംഗ്വേജ് കാര്യമൊന്നും അല്ല കേട്ടോ. നമ്മൾ സംസാരിക്കുന്നത് കേൾക്കും, കുറച്ച് ഉറക്കെ പറയണം എന്നുള്ളതാണ്. പിന്നെ ഇയർഫോൺ വെച്ചാൽ കേൾവിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ സംസാരം നമ്മൾ കൂടുതൽ അടുത്താൽ ശ്രദ്ധയോട് കേട്ടാൽ നമുക്ക് പറയുന്നത് ക്ലിയറായി മനസ്സിലാകും. പുതിയൊരാൾ വരുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോഴുള്ളൊരു എന്താണെന്നുള്ള കൺഫ്യൂഷനാണ്. അല്ലാണ്ട് ഇവർക്കൊക്കെ ഇവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ? പറയുന്നൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതെ, കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഫാൻസിയിലാ അല്ലേ? തൽക്കാലം ഫാൻസിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ജോലിയൊക്കെ ചെയ്യുന്നതാണ്.
പിന്നെ ഗൾഫിലും വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് അങ്ങ് അല്ലേ തിരിച്ചു പോയത് ഒക്കെ നോക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ അതൊന്നും വിഷയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത, സംസാരിക്കാനും കേൾക്കാനും പറ്റുന്ന ഒരു കുട്ടീനെയാണ് വേണ്ടത്. കാരണം സൈൻ ലാംഗ്വേജ് കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ സംസാരിക്കുന്നവളെ തന്നെ ആകുമ്പോൾ ഓക്കെയാണ്. പിന്നെ ചെറിയ മൈന്യൂട്ട് വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇവർ പറഞ്ഞത്. അതായത് ചെറിയ രീതിയിലുള്ള ഒരു വിരലിനോ അല്ലെ കൈ ജസ്റ്റ് ചെറിയൊരു മടങ്ങലോ അങ്ങനെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് കുഴപ്പമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിവോഴ്സായ കേസ്, ഭർത്താവ് മരിച്ചതോ അല്ല ഡിവോഴ്സ് ആയതോ ഒക്കെ ഉണ്ടാവുമല്ലോ, കുട്ടികളില്ലാത്ത ബാധ്യത ഇല്ലാത്തത്, അതും നമുക്ക് സ്വീകരിക്കാം. പിന്നെ ഇവർ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ജോലിക്ക് പോയിട്ട് പിന്നെ കുടുംബം നോക്കാനുള്ള കെൽപ്പുള്ളൊരു യുവാവ് തന്നെയാണ് കേട്ടോ നദീർ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആലോചന വരിക. പിന്നെ വേറെന്താ പറയാനുണ്ടോ ഉപ്പാക്ക്? അതെ, മനസ്സിലാക്കുന്ന ഒരാളാവും അല്ലേ. ഇതെന്തുകൊണ്ട് ഇതിൻ്റെ വെച്ച് ഇതെന്ത് പറയത്തില്ല ആരും എപ്പോഴും കളിപ്പിയാണ് എന്താ ഹീര പോട്ടെ. അതുപോട്ടെ. അപ്പോൾ ഇതാണ് നദീറിൻ്റെ സംസാരം ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കത് നല്ല ആദ്യം ഫസ്റ്റായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇവർക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധയോടുകൂടി കേട്ടാൽ അത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ വേറെ എടുത്ത് പറയാനുള്ളൊരു പ്രശ്നം നദീറിനില്ല അല്ലേ? വേറെ യാതൊരു ബുദ്ധിമുട്ടും ടാബ്ലറ്റും അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല. ഞാൻ പഠിച്ചു തരാം. ജോലി ചെയ്യുന്നില്ല. അതെ, അങ്ങനെ ക്ലിയർ ആകുന്നില്ല, ഒരു ശരിയാവില്ല. തീർച്ചയായും തീർച്ചയായും. അപ്പോൾ അതെ, തീർച്ചയായും. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു ആലോചന വരട്ടെ അല്ലേ. നല്ലൊരു പെൺകുട്ടി എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ ഇൻഷാ അല്ലാ. അതെ 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 ഇൻഷാ അല്ലാ. അപ്പോൾ ഫ്രണ്ട്സ്, നദീറും ഉപ്പയും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. അപ്പോൾ ഒരു വിവാഹം ചെയ്തിട്ട് അത് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് ഡിവോഴ്സായി പോയതാണ്. അപ്പോൾ പറയത്തക്ക വലിയ വിഷയങ്ങളൊന്നും ഇല്ല. ഈ ഒരു ചെറിയൊരു മൈന്യൂട്ട് പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരട്ടെ. പിന്നെ ഒരു ജോലിക്ക് പോകുന്നുണ്ട്, ആൾ ഓക്കെയാണ്, ഡ്രൈവ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ സംസാരിക്കൂല എന്നല്ല, ഇപ്പം നിങ്ങൾ കേട്ടല്ലോ സംസാരം. അപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് നമ്മൾ വ്യക്തമായിട്ടൊന്ന് ക്ഷമയോടുകൂടെ കേട്ടാൽ അതൊക്കെ മനസ്സിലാവും. പിന്നെ കേൾവി അതിൻ്റെ ഹെഡ്സെറ്റ് വെച്ച് ഉറക്കമൊന്ന് പറയണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആൾ ഓക്കെയാണ്, ആൾ സ്മാർട്ടാണ്, വണ്ടി ഓടിക്കും, ജോലി ചെയ്യുന്നതാണ്. ഇവിടെ ഫാൻസിയിലൊക്കെ ജോലി ചെയ്യുന്നത് ഉപ്പ പറഞ്ഞാൽ കറക്റ്റാണ്. ഫാൻസിയിൽ ജോലി ചെയ്യുമ്പോൾ പിന്നെ പറയുന്നത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആൾ ജോലി ചെയ്യാനാവില്ലല്ലോ. കറക്റ്റാണ്. അപ്പോൾ അടുത്ത സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്നതാണ്. പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഗൾഫിലേക്കൊക്കെ പിന്നെ ഏട്ടൻ്റെ കൂടെയൊക്കെ ഷോപ്പിലേക്കൊക്കെ നോക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. ഞങ്ങൾ വേറൊന്നും ഇതിൽ പറയാനില്ല, കൂടുതൽ വിഷയങ്ങളൊന്നും എനിക്കില്ലല്ലോ. മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, കൂടെ ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കണ്ടങ്ങ് ഒഴിവാണ്ട് പറ്റിയൊരു വധു എവിടെയുള്ളതെന്ന് വെച്ചാൽ കണ്ടെത്താൻ സഹായിക്കണം. അതേപോലെ തന്നെ പിന്നെ ഡിവോഴ്സായ ആൾക്കാർക്ക് ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. മക്കൾ ബാധ്യതയൊന്നും ഇല്ലാത്ത പെട്ടെന്ന് ഡിവോഴ്സായി പോയതോ അങ്ങനെയൊക്കെ മലപ്പുറം ജില്ലയിലുള്ളവർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല ഫാമിലി കാര്യങ്ങളൊക്കെ ആണ് ഇവരത്. പിന്നെ അതേപോലെ തന്നെ ചെറിയ മൈന്യൂട്ട് വിഷയമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യുക. പക്ഷേ സംസാരിക്കാനും കേൾക്കാനും പറ്റുന്ന ഒരാളെയാണ് വേണ്ടതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം 28 വയസ്സിൻ്റെ ഉള്ളിലുള്ള 28-29 വയസ്സിൻ്റെ ഒക്കെ ഉള്ളിലുള്ള ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുക ഇൻഷാ അല്ലാ.